നെല്ല് സംഭരണ ചുമതല സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായിരിക്കുന്നത്. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് നെല്ല് സംഭരിക്കും. സംഭരണത്തിന് ശേഷം കാലതാമസമില്ലാതെ തന്നെ നെല്ലിന്റെ വില കർഷകന് നൽകാനും തീരുമാനമായി. അരുൺ സോളമനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അരുൺ, പ്രശ്നപരിഹാരമാകുന്ന രീതിയിൽ തന്നെയാണോ ഈ യോഗത്തിലെ തീരുമാനം? ശ്രുതി, ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നടന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കർഷകർ നേരിട്ട വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഈ നെല്ല് സംഭരണം. അതിൽ സ്വകാര്യ മില്ലുടമകൾ വലിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചപ്പോഴും ഒരു വിധത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ ഭക്ഷ്യവകുപ്പിൻ്റെയും അതുപോലെ തന്നെ പൊതുവിതരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല. അതിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ നടന്നത്. നിലവിൽ പ്രാദേശികമായി നിലനിൽക്കുന്ന സഹകരണ സംഘങ്ങൾ വഴി ഈ മില്ലുടമകൾക്ക് അപ്പുറം നേരിട്ട് തന്നെ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ വകുപ്പ് തല സെക്രട്ടറിമാർക്കും ചുമതല നൽകിയിരിക്കുകയാണ്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനപ്പുറം ഒരു നോഡൽ ഏജൻസിയായിട്ട് സപ്ലൈകോ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതിനർത്ഥം നെല്ല് സംഭരിക്കുമ്പോൾ തന്നെ കർഷകർക്ക് ആ തുക എത്രയാണോ അത് നൽകാനായിട്ടുള്ള ഒരു തീരുമാനമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. അതിനായിട്ടൊരു ഡിജിറ്റൽ പോർട്ടൽ സംവിധാനം കൂടി നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കുകയാണ്. വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്.